കട്ടിപ്പാറ പഞ്ചായത്തിലെ ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ ആ കേന്ദ്രത്തിനും ഉയരുന്ന അസഹനീയമായ ദുർഗന്ധത്തിനും അതിന്റെ സമീപത്തൂടെ ഒഴുകുന്ന ഇരുതുള്ളിപ്പുഴ മലിനമാകുന്നതിനുമെതിരായി 6 വർഷമായി തുടർച്ചയായി സമരം നടന്നു വരികയാണ്. ആ സമരത്തോട് ചേർന്ന് നിന്നുകൊണ്ടും അല്ലാതെയും ആ സമരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടും അല്ലാതെയും ഡിവൈഎഫ്ഐ നിരവധിയായ സമരങ്ങൾക്ക് നേരത്തെ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരത്തെ അവിടേക്ക് വലിയൊരു മാർച്ച് സംഘടിപ്പിച്ചു. ജനകീയ സമരം ശക്തിപ്പെട്ട ശേഷം ആ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ 15 കിലോമീറ്ററോളം ദൂരം നടന്നുകൊണ്ടുള്ള ഒരു സമരം ഫ്രഷ് കട്ടിലേക്ക് നടത്തി. അതിനുശേഷം അവിടെ ഫ്രഷ് കട്ടാകെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടത്തുന്ന സ്ഥിതിയുണ്ടായി. ഇങ്ങനെ ആ സമര സമിതിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് എക്കാലവും ഡിവൈഎഫ്ഐ ആ ഫ്രഷ് കട്ടിനെതിരായിക്കൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചത്. അപ്പോൾ കഴിഞ്ഞ 21-ാം തീയതി നടന്ന സമരം, ആ സമരത്തിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐക്ക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതത്തിന് അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നത് വരെ ജനകീയ സമര സമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും ഡിവൈഎഫ്ഐ എന്ന നിലയിൽ സ്വന്തം നിലയിലും ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായിക്കൊണ്ടുള്ള വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പ്രശ്നം ന്യായമാണ്. ആ ന്യായമായ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട്. ആ ന്യായമായ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ആ ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ ഡിവൈഎഫ്ഐ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഉജ്ജ്വലമായ സമരങ്ങളുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വരും. ജനകീയ സമര സമിതിയോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും. അതോടൊപ്പം അതിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ടുള്ള ഡിവൈഎഫ്ഐ സ്വന്തം നിലയിലും വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്.